ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് സിജെപിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സിജെപി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി സിജെപി പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി സിജെപി വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീര സൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജ്യസഭയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പു നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്ക് അടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണ തോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചെറായ്, ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 1 ലക്ഷത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.